ഇറാനിൽ അമേരിക്ക കരയുദ്ധത്തിനുള്ള തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത്. വലിയ രൂപത്തിലുള്ള വെടിക്കോപ്പുകൾ ഇറാനിലുള്ള റിബൽ ടീമുകൾക്ക്, അതായത് സർക്കാരിനോട് എതിർത്ത് നിൽക്കുന്ന ഏതെങ്കിലും വിഭാഗങ്ങൾ അല്ലെങ്കിൽ മൊസാദിന്റെ ചാരന്മാരുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ ലിങ്കുള്ള ഒരു വിഭാഗത്തിന് ഇത്തരം ആയുധങ്ങൾ കടത്തുന്നതിനിടയിലാണ് ഇറാന്റെ IRGC ഇപ്പോൾ ഇത് പിടികൂടിയിരിക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ആയുധം പിടികൂടിയിരിക്കുന്ന സ്ഥാനം കുർദിസ്ഥാൻ എന്ന് പറയുന്ന ഭാഗത്താണ്, ഇറാഖിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എർബിൽ എന്ന് കാണാം. എർബിലാണ് അമേരിക്കയുടെ ബേസ് ഉള്ളത്. ഈ ബേസിനോട് ചേർന്ന ഭാഗത്താണ്, ഈ ഇറാന്റെ ബോർഡറിലാണ് കുർദിസ്ഥാൻ എന്ന് പറയുന്നത്. ഈ കുർദിസ്ഥാനിലേക്ക് ആയുധം എത്തിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതി. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2 ദിവസം മുമ്പ് ട്രംപ് പറഞ്ഞ പ്രസക്തമായ ഒരു പ്രസ്താവനയുണ്ട്. അതായത് ഇറാഖിലുള്ള കുർദിസ്ഥാനിലുള്ള കുർദുകൾക്ക് ഞങ്ങൾ വലിയ രൂപത്തിലുള്ള ആയുധം നൽകിയിരുന്നു, പക്ഷെ അതെല്ലാം അവർ മുക്കിയിരിക്കുകയാണ്. ഇറാനിലേക്ക്, ആ ബോർഡറിന് ഉള്ളിലേക്ക് അവർ കടത്താതെ അവിടെ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് എന്ന വാക്കാണ് ട്രംപ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ പ്രസ്താവനകളെല്ലാം എത്തുന്നത് ഈ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ ഇറാൻ അതിശക്തമായ രൂപത്തിൽ ബോർഡറുകളിൽ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ കുർദിസ്ഥാനിലെ കുർദികൾ അത്തരം ഒരു നീക്കം നടത്തിയാൽ അവരെ ശക്തമായി ആക്രമിക്കും എന്നുകൂടെ ഇറാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും വലിയ രീതിയിൽ അത്തരം കാര്യങ്ങൾ ഇറാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.